ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്ത് പുക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെയായി 1617 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ബാത്റൂമും കൂടാതെ യൂട്ടിലിറ്റി സ്പേസ് ഉള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഇവിടെ വീടിൻ്റെ ഗേറ്റുകൾ വരുന്നത് നല്ല ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഗേറ്റുകൾ നൽകിയിരിക്കുന്നത്. ഇവിടെ സ്ക്വയർ ട്യൂബിലും ഇതാണ് ഗേറ്റുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കവേർഡ് ആയിട്ടുള്ള നല്ല SUV പോലുള്ള വലിയൊരു വാഹനം നിൽക്കാവുന്ന രീതിയിലുള്ള കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഒരു ചെറിയ വാഹനം കൂടി അവിടെ വയ്ക്കാവുന്ന രീതിയിലുള്ള ചെറിയൊരു സ്പേസ് കൂടി അവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്കിവിടെ മുറ്റം നൽകിയിരിക്കുന്നത് കടപ്പക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുകളുമാണ് മുറ്റത്തിനുള്ള ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി നല്ലൊരു കിണറും നല്ല വെള്ളം കിട്ടാവുന്ന പ്രദേശമാണ് ഇത് വരുന്നത്. കൂടാതെ 2012 ഫ്ലഡ് ബാധിക്കാത്ത പ്രദേശം കൂടിയാണ് ഇവിടെ നല്ല വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു കിണർ സൗകര്യവും ഇവിടെ നൽകിയിരിക്കുന്നു. മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റുകൾ ഇവിടെ ഗ്രാനൈറ്റും ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഡോറ് വരുന്നത് ഒറ്റപ്പാളിൽ തീർത്ത നല്ല ഡിസൈനിൽ തീർത്ത ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ലിവിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് മനോഹരമായുള്ള TV യൂണിറ്റ് ഇവിടെ നൽകിയിരിക്കുന്നു. TV യൂണിറ്റിൻ്റെ അടിയിൽ നമുക്ക് നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് നല്ല ഫാൾസുകളും വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയ്ക്ക് ഇവിടെ വിസിറ്റിങ്ങിൽ നിന്നും നല്ല ഡിസൈനിലുള്ള ഇതൊക്കെ നൽകിയിരിക്കും. കബോർഡ് വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഡൈനിങ് ഏരിയ നമുക്ക് 5-6 പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല വിശാലമായ ഡൈനിങ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ ലഭ്യമാണ്. കൂടാതെ നമുക്ക് ഈ സൈഡിലേക്ക് തന്നെ നമ്മൾ ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല ഓപ്പൺ കൺസെപ്റ്റുള്ള കിച്ചണാണ്. ഇവിടെ നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് കിച്ചൻ്റെ ഭാഗമൊക്കെ ഭംഗിയാക്കി നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ഇവിടെ കിച്ചൻ്റെ സ്ലാബിൻ്റെ മുകളിലായിട്ടും താഴെയും മുകളിലുമായി നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഇവിടെ നൽകി കിച്ചൺ നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയയും ഇവിടെ നല്ല ഒരു മീഡിയം വലുപ്പത്തിലുള്ള വർക്ക് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ ഒരു ബെഡ്റൂമിലായാൽ തന്നെ നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് നല്ല മനോഹരമായ വാൾഡ്രോബ്സുകളും ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു 4 കളികൾ തീർത്ത നല്ല മൾട്ടിവുഡിൽ തീർത്ത നല്ല വാൾഡ്രോബ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇവിടെ ഫാൾസിലും വർക്കുകളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. ഈ ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ച്ഡോട് കൂടിയാണ് വരുന്നത്. ബാത്റൂം നല്ല മീഡിയം വലുപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലൊരു വാഷ് ബേസിനും കൂടി ഇതിൽ നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ വരുന്നത്. സ്റ്റെപ്പുകൾ ഇവിടെ ടൈലുകളാണ് സ്റ്റെപ്പുകൾക്ക് നൽകിയിരിക്കുന്നത്. ബോർഡറായിട്ട് വൈറ്റ് ആയിട്ടുള്ള ടൈലും കൂടാതെ ഇതുമാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഹാൻഡ് റെയിൽസ് ഇവിടെ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതും നല്ല ഡിസൈനിൽ നമുക്കിവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ഒരു ചെറിയ പറുകുകളോട് കൂടി വെട്ടം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പറുകുകളോട് കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ നല്ല അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് ഇവിടെ ഓഫീസൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭ്യമാവുന്നത്. കൂടാതെ ഫാൾസിലും വർക്കുകളൊക്കെ ഇവിടെയും നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നതെങ്കിലും നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ഒരു ഫാൾസിലും വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു.
ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം നല്ല വലുപ്പത്തിലാണ് ഈ ബാത്റൂമിൽ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി നല്ലൊരു വാഷ് ബേസിനും ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയുമ്പോൾ കവേർഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീനിലേക്ക് വയ്ക്കാനുള്ള പ്രൊവിഷൻ നമുക്കിവിടെ നൽകിയിരിക്കുന്നു. മീഡിയം വലുപ്പത്തിലുള്ള യൂട്ടിലിറ്റി സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്കിവിടെ ഫാൾ സീലിംഗ് വർക്കുകളൊക്കെ ഇവിടെ ഭംഗിയാക്കി നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ഈ ബാത്റൂം നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ടൈലുകളൊക്കെ നല്ല ഡിസൈനിലുള്ള ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് സൈഡിലേക്ക് മാറി ചെറിയൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ ഈ ബാത്റൂമിനായി നൽകിയിരിക്കുന്നു. ഇവിടെ നമ്മൾ നേരെ വരുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി ഒരു ലെങ്ത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല ഗ്ലാസും ഹാൻഡിലുകളൊക്കെ നൽകി ബാൽക്കണിയും നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. 3,100 സെൻറ്റ് ലാൻഡും 1,617 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 58 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്.